ജ്വല്ലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ? എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും ചിറമംഗലം സൗത്തിൽ വ്യാപക നാശനഷ്ടം. കാറ്റിൽ മരങ്ങൾ വീണ് നിരവധി വീടുകൾ തകർന്നു. പ്രദേശത്തെ ഓഡിറ്റോറിയവും തകർന്നു. കൃഷിയും നശിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീശിയടിച്ച ശക്തമായ കാറ്റാണ് നാശം വിതച്ചത്. ഈ സമയം ആളുകൾ വീടുകൾക്ക് പുറത്തിറങ്ങിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. തിരുവങ്ങാടി തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും നഗരസഭാ ചെയർമാൻ ഷാഹുൽ ഹമീദും സ്ഥലം സന്ദർശിച്ചു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം സജീവമായി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. നിരവധി മരങ്ങൾ കടപുഴകിയും മുറിഞ്ഞും വീടുകൾക്ക് മുകളിലേക്ക് വീണു. 4 വീടുകൾ പൂർണ്ണമായും 12 വീടുകൾക്ക് ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശത്തുള്ള ഒരു ഓഡിറ്റോറിയം തകർന്നു. ഒരു 12:45 ഒരു സൗണ്ടാണ് കേട്ടത്, വേറെ ഒന്നുമില്ല. പണിക്കാരുണ്ട്, ഓലും ഒന്നും പോയതാണ്. ഇല്ല, ആരുമില്ല. അതിന് പോലും റൂം വേറെ ഉണ്ട് അപ്പുറത്തുണ്ട്. വലിയൊരു എമൗണ്ടിലല്ല നഷ്ടമില്ലേ, ഉള്ളു കണ്ടില്ലേ. ആളഭയമില്ലാതിരുന്നത് വലിയ ആശ്വാസമായിരിക്കുകയാണ്. 12:30 മണിക്ക് ശേഷമാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് ഭയങ്കര ഇപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയം മാത്രമല്ല, അത് നമ്മളെ പരിസര പ്രദേശത്ത് വീടുകളും ഒരുപാട് മരങ്ങളും എല്ലാം ഇപ്പോൾ എല്ലാ സന്നദ്ധ സംഘടനകളും അപ്പോൾ അതിൻ്റെ പുറകിലാണ്. എല്ലാവരും മരം വെട്ടാനും എല്ലാത്തിനും ഒന്നും നോക്കാണ്ട് എല്ലാവരും ഈ നാട്ടിൽ മുഴുവൻ ഇറങ്ങിയിരിക്കുകയാണ് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ മൊത്തം കാറ്റെടുത്ത് പോയി എന്നുള്ള ലെവൽ തന്നെയാണ് ഇപ്പോൾ കാണുന്നുള്ളത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഓഡിറ്റോറിയം, വീടുകൾ, ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ബാക്കിൽ വീടുകളുണ്ട്. എന്തായാലും ആളപായൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ബാക്കി മരങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോയിന്നല്ലാതെ എന്തായാലും കറണ്ടില്ല, ഒന്നുമില്ല. ലൈൻ കമ്പിളി വീണിട്ടുണ്ട്, മരങ്ങൾ ഫുള്ള് ലൈൻ കമ്പിളിലേക്ക് വീണിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നടന്നിട്ടുള്ള വലിയൊരു അപകടം തന്നെ പറയാൻ ശരിക്കും. എലിമ്പാടിൽ സുലൈമാൻ, റഫീഖ്, അഷ്റഫ്, പുത്തുത്തോട്ടിൽ മുഹമ്മദ് കുട്ടി, തറയിൽ ഫൈസൽ, എടക്കണൻ ഇക്ബാൽ, കറുത്തേടത്ത് സക്കീർ, മാളിയേക്കൽ മമ്മദു, കോഴിപ്പള്ളി വാസുഡി, മങ്കാവിൽ കലാം, കറുത്തേടത്ത് നസീർ, കുഞ്ഞിൻ ഹാജി, കുറ്റ്യാടി സിദ്ദീഖ, തളിക്കണ്ടി മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, അഞ്ചുകണ്ടത്തിൽ ഫാത്തിമ, പള്ളിപ്പുറത്ത് ഇബ്രാഹിംകുട്ടി എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. കറുത്തേടത്ത് മൂസ ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള ഓഡിറ്റോറിയവും കാറ്റിൽ മരങ്ങൾ വീണ് തകർന്നു. സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും കൗൺസിലർമാരും വിവിധ സംഘടനാ പ്രതികളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതായി നഗരസഭാ ചെയർമാൻ ഷാഹുൽ ഹമീദ് പറഞ്ഞു. ഒരു 12:30-12:45 സമയത്താണ് പരപ്പന നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റ് പോലുള്ള കാറ്റ് ആഞ്ഞു വീശുകയും നമ്മുടെ പരപ്പനങ്ങാടിലെ തീരദേശത്തും തുടങ്ങി അയോധ്യാനഗർ ഭാഗത്ത് കാറ്റ് ആഞ്ഞു വീശിയതിന് ശേഷം അവിടെ കുറേ നാശനഷ്ടമുണ്ടായി. അതിനുശേഷം നമ്മുടെ ഈ ഭാഗത്ത് ചിറമംഗലം, പിന്നെ തിരുച്ചിലങ്ങാടി ഭാഗത്ത് ഒരുപാട് വീടുകൾക്കും ഒരുപാട് മരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വീടിൻ്റെ ഓടുകൾ തകർന്നിട്ടുണ്ട്. ഇവിടുത്തെ ഓഡിറ്റോറിയം വളരെ മോശമായ രീതിയിൽ തകർന്നു പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കൊട്ടന്തല സ്കൂളിൻ്റെ മുഴുവൻ ഓടുകളും നഷ്ടപ്പെട്ടു. അവിടെ കുട്ടികൾ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന ആ കളിസ്ഥലമൊക്കെ കാറ്റിൽ മറ്റൊരു സ്ഥലത്തേക്ക്, കാറ്റിൻ്റെ ശക്തിയോടുകൂടി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഒരു കാറ്റിൻ്റെ ഒരു വലിയ രീതിയിലുള്ളൊരു ദുരന്തമായി നമ്മുടെ പരപ്പനങ്ങാടിലെ ഏകദേശം 6-7 ഡിവിഷനുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശം മാറിയിട്ടുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു നഷ്ടപരിഹാരം അവർക്ക് നൽകേണ്ടതുണ്ട്. കാരണം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തഹസിൽദാർ ബന്ധപ്പെട്ടു. തഹസിൽദാർ അതേപോലെ വില്ലേജ് ഓഫീസർ ടീമൊക്കെ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ കൃഷി ഓഫീസറോട് ഇതിൻ്റെ കാർഷികമായി ബന്ധപ്പെട്ട മരങ്ങളുടെ നഷ്ടപരിഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അവർ തയ്യാറാക്കിയ മുറക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് നൽകുന്ന രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നഗരസഭ ആവശ്യപ്പെടാനുള്ളത്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായതെന്നും ആളപായം ഇല്ലാതിരുന്നത് ഭാഗ്യം കൊണ്ടാണെന്നും കൗൺസിലർമാരും പറഞ്ഞു. വളരെ നാശനഷ്ടമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. അറിഞ്ഞിടത്തോളം നമ്മൾ ഒരു ഭാഗത്ത് കണ്ട മാതിരിയല്ല, മറ്റു ഭാഗത്തേക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 60-100 മീറ്റർ വീതിയിൽ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നീളത്തിലാണ് ഈ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് രാവിലെ കിട്ടിയ വിവരമനുസരിച്ച് കെട്ടുങ്കൽ ഭാഗത്തു നിന്നും പിന്നെ വന്നതാണത്. ഇപ്പോൾ നമ്മൾ 22, 21, 20, 19 അതേപോലെ തന്നെ അന്നമ്പ്ര പഞ്ചായത്തിൻ്റെ ചെറിയൊരു ഭാഗം മൊത്തമായിട്ട് ആ ഒരു നീളങ്ങത്തെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. മരങ്ങളും
അതേപോലെ തന്നെ വീടുകളും ഒന്നായിട്ട് ചുഴറ്റിയെടുത്താണ് പോയിട്ടുള്ളത്. ഇതിൽ കൊട്ടന്തല സ്കൂള് ഒന്നായിട്ട് ഒരു വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മെയിനായിട്ട് മരങ്ങൾ, തെങ്ങുകളൊക്കെ വീണിട്ട് പല വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും അധികൃതരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും വലിയൊരു നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സ്ത്രീക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ ആസ്പത്രിയിലാണെന്ന് പറഞ്ഞത്. അത് എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ആളില്ല, പൂട്ടി കിടക്കാണ്. അപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. കൊണ്ടാണ് ഓട് വീണിട്ടുണ്ട്. തെങ്ങ് വീണിട്ട് ഓട് പൊട്ടി കാലിൽ പറ്റിയേക്കാം. അപ്പോൾ അത്രയാണ് കാര്യം. ഈ പറഞ്ഞത് തന്നെയാണ് മെയിൻ. ഏറ്റവും വലിയൊരു സംഭവം രാത്രി സംഭവിച്ചിരിക്കുന്നത് അപകടം. അതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് കേട്ടോ. പകലാണെങ്കിൽ നമ്മൾ പറയാൻ പറ്റും എത്ര മാതിരി ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാവുമെന്ന് ഊഹിച്ചാൽ മതി നമ്മൾ. തിരുവങ്ങാടി തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും നഗരസഭാ ചെയർമാൻ ഷാവുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും സ്ഥലത്ത് സന്ദർശനം നടത്തി. ഒരു പ്രദേശത്ത് മുഴുവനായിട്ട് ഉള്ള വീടുകൾ ഒരു എൻ്റെ ഡിവിഷനിൽ ഇപ്പോൾ ഒരു 15ഓളം വീടുകൾ, ഒരുപാട് മരങ്ങളും ഒക്കെ വീടുമ്മൽ തെങ്ങുകൾ ഒക്കെ വീണ് കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ഒരുപാട് സന്നദ്ധ സംഘടനകൾ, പല സന്നദ്ധ സംഘടനകളുണ്ട്. ഓരോരുത്തരും പേര് പറയണ്ടല്ലോ. ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ എല്ലാവരും കൂടി അത് മരം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വില്ലേജ് ഓഫീസറെയും തഹസിൽദാറൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ട അപകടകരമായിട്ട് നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ച് തൽക്കാലം പെട്ടെന്ന് മാറ്റാനാണ് ഉള്ള നിർദ്ദേശം തന്നിട്ടുള്ളത്. 5 പോസ്റ്റുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ മുറിഞ്ഞിട്ടുണ്ട്. അത് ഇലക്ട്രിസിറ്റി അറിയിച്ച് ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ട്. അത് നന്നാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം പെട്ടെന്നൊരു പ്രദേശത്താണ് മാത്രമാണ് ഇങ്ങനെ ഒരു ഇത് അടിച്ചിട്ടുള്ളത്. ഒരുപാട് നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ആളപായങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിൽ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പകലൊക്കെ ആണെങ്കിൽ ഒരുപാട് കുട്ടികളും മറ്റുള്ളതൊക്കെ അപകടത്തിൽ പെടാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇത് ആളപായങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഒരുപാട് കൃഷി നാശനഷ്ടങ്ങളായിട്ടും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീട് ഒരു കൃഷി മേഖലയാണ്. ഈ വീട്ടുകാരൻ നല്ലൊരു കൃഷിക്കാരനാണ്. അവരുടെ വായകളും ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത്. കൗൺസിലർമാരായ അസീസ് കൂളത്ത, ഹസൻ കോയ, കാസ്മി കോയ തുടങ്ങിയവരും ചെയർമാനൊപ്പം ഉണ്ടായിരുന്നു.